ഈശോ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് വിതക്കാരന്റെ ഉപമയാണ്. ഈശോ ഇവിടെ പറയുകയാണ്, ഒരു വിതക്കാരൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ഈശോ എപ്പോഴാണിത് പറയുന്നത്? ഈ കടലില് വഞ്ചിയില് ഈശോ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഈശോയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഈശോ അവരെ ഉപദേശിച്ചു എന്നാണ് മർക്കോസ് സുവിശേഷൻ എഴുതി വയ്ക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഈ വിതക്കാരന്റെ ഉപമ ജനങ്ങൾക്കുള്ളൊരു ഉപദേശമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ഉപദേശത്തിലൂടെ ഈശോ അവരെ ഉപദേശിക്കാനായിട്ട് ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, വചനം കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന മനസ്സിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ആ വചനത്തിന്റെ ഫലത്തിന്റെ അളവ് എന്നുള്ളതാണ്. അതായത് ഈശോട് പറയുകയാണ്, ഒരു മനുഷ്യൻ വിതയ്ക്കാനായിട്ട് പുറപ്പെട്ടപ്പോ ഇയാൾ വിതച്ചു കഴിഞ്ഞപ്പോ ഈ വിത്ത് പല നിലങ്ങളിലായിട്ട് വീണു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറയ്ക്ക് മുകളിൽ വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. എന്നിട്ട് പറയുകയാണ്, ഓരോ വിത്തും ഏതെല്ലാം നിലത്ത് വീണോ അതിനനുസരിച്ച് അത് ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ജനങ്ങളോട് പറയുകയാണ്, ഈശോ പറയുന്ന വചനം നിന്റെ മനസ്സ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് നിന്റെ ജീവിതത്തില് ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ വിതക്കാരന്റെ ഉപമ ഒരു ഉപദേശമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. അത് കേവലം ഒരു കഥ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ഉപദേശമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഈശോയുടെ വചനം സ്വീകരിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.